സുഹൃത്തുക്കളെ, പവനൻ്റെ 100ാം ജന്മദിന സമ്മേളനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ച, അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള യുക്തിവാദ രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടന്നു വരികയാണ്. അതിൽ എനിക്ക് സംസാരിക്കാനുള്ളത് പവനും യുക്തിരേഖയും എന്നുള്ള വിഷയമാണ്. യുക്തിരേഖ ഇപ്പോൾ 40ാമത്തെ വാല്യം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 40ാമത്തെ വാല്യത്തിൽ 2ാം ലക്കം നിങ്ങളുടെ കൈകളിൽ കിട്ടി എന്നാണ് ഞാൻ ധരിക്കുന്നത്. 1982 സംഘത്തിന് സ്വന്തമായിട്ട് ഒരു മാസിക വേണമെന്നുള്ള അഭിപ്രായം വന്നത്. അന്ന് യുക്തിവാദി 1929 പ്രസിദ്ധീകരണം ആരംഭിച്ച യുക്തിവാദി 1976-77 കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച യുക്തിവിചാരം, അതുപോലെ തന്നെ പ്രഖ്യാപനം തുടങ്ങിയ 3 യുക്തിവാദ മാസികകൾ തന്നെ തൃശ്ശൂരും എറണാകുളവുമായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. എന്നാൽ സംഘത്തിന് സ്വന്തമായി ഒരു മാസിക വേണമെന്നുള്ള അഭിപ്രായം 82കളിൽ ആരംഭിച്ചു. എന്താണ് ഈ 3 മാസികകൾ ഉണ്ടായിരുന്നപ്പോൾ 4ാമതൊരു മാസിക വേണമെന്ന് പറഞ്ഞത്? സംഘത്തിൻ്റെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും കമ്മിറ്റി യോഗങ്ങളുമൊക്കെ തന്നെ കഴിയുമ്പോൾ 3 മാസികകളിൽ അച്ചടിച്ചു വരുന്നത് 3 ആംഗിളിലായിരിക്കും, 3 രൂപത്തിൽ. അത് ചെറിയ നേരിയ ചിന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 82. അങ്ങനെ 82-ൽ യുക്തിരേഖ എന്ന് പറയുന്ന ടൈറ്റിൽ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും RNA രജിസ്ട്രേഷൻ നേടുകയും ചെയ്തു. അങ്ങനെ 1983 സെപ്റ്റംബർ 18 AT കോവൂരിൻ്റെ 5ാം ചരമവാർഷിക യോഗത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും തൃശ്ശൂരിലും കോഴിക്കോടും സെപ്റ്റംബർ വൈകിട്ട് 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കാണ് 4 സ്ഥലത്തും ഒരേപോലെ കേരളത്തിലെ സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭമതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രകാശനം നിർവഹിച്ചത്. അന്ന് തുടക്കത്തിൽ തന്നെ 150 രൂപ നൽകുന്നവർക്ക് ആയുഷ്കാല വരിക്കാരാക്കി ചേർക്കുകയും ആയുഷ്കാലം മുഴുക്ക മാസിക അയച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രചരണം നൽകിയിരുന്നു. എങ്കിലും അതിൻ്റെ മുഖ്യ പ്രചാരകരായ നമുക്ക് തന്നെ 10 കൊല്ലം ഈ മാസിക മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ആ സംശയം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെമ്പാടുമുള്ള യുക്തിരേഖയുടെ വായനക്കാരും വരിക്കാരുമൊക്കെ തന്നെ ആ സംശയം മാറ്റി ഇപ്പോൾ 150 രൂപ കൊടുക്കുന്നവർക്ക് 40ാം വർഷമാണ് മാസിക അയച്ചു കൊടുക്കുന്നത്. വാസ്തവത്തിൽ യുക്തിരേഖയുടെ മാനേജിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തലയിൽ എടുക്കാൻ പറ്റാത്ത ചുമടാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വരിക്കാരാകുന്നവർക്ക് പറയുന്നത് 12 കൊല്ലം മാസിക നൽകാം. ലൈഫ് മെമ്പർ 12 കൊല്ലമായി ചുരുക്കി ഇപ്പോൾ 2500 രൂപയാണ്. വീണ്ടും പഴയ വരിക്കാരും ഇടയ്ക്കിടയ്ക്ക് 150 രൂപ എന്നുള്ളത് നമ്മൾ 250 രൂപയാക്കി, പിന്നെ 300 രൂപയാക്കി, 500 രൂപയാക്കി, 600 രൂപയാക്കി, 1000 രൂപയാക്കി, ഇപ്പോൾ 2500 ഈ 2500-ലും ഇന്നത്തെ പേപ്പർ വില, പ്രസൻറ്റ്, പ്രിൻറ്റിങ് രംഗത്തുള്ള ചിലവുകളെല്ലാം കൂടെ കണക്കുമ്പോൾ സഹിക്കാൻ പറ്റതാണ്. അതുകൊണ്ട് ഇനിയും വില വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതാണ് യുക്തിരേഖയുടെ പ്രശ്നം. കേരളത്തിൽ 2 ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടെ ശ്രീ B. പ്രേമാനന്ദൻ പ്രസിദ്ധീകരിച്ചു വന്ന ഇന്ത്യൻ സ്കെപ്റ്റിക് എന്ന മാസികയും ഞാൻ തന്നെ 2001 മുതൽ പ്രസിദ്ധീകരിച്ചു വന്ന ദ സെക്കുലർ ഹ്യൂമനിസ്റ്റ് എന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണവും ഉൾപ്പെടെ 29 മാസികകളാണ് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നായി യുക്തിവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി
പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 29 മാസികകളിൽ 28 മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഊർജ്ജശ്വാസം വലിച്ച് മുമ്പോട്ട് പോകുന്നത് യുക്തിരേഖ മാത്രമാണ്. ഈ യുക്തിരേഖയെ എങ്ങനെയെങ്കിലും നിലനിർത്തി അതിൻ്റെ ഓക്സിജൻ സിലിണ്ടറൊക്കെ മാറ്റി ICU യൂണിറ്റിലെ കിടപ്പ് മാറ്റി നല്ലൊരു മാസികയായി വളർത്തേണ്ടത് എൻ്റെ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളും എനിക്ക് പിന്നിൽ ഇരിക്കുന്നവരും നമ്മുടെ വരിക്കാരും വായനക്കാരുമാണ്. അതിനുള്ള ദൃഢവിശ്വാസവും ബാധ്യതയും നിങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അതിൻ്റെ സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് പലപ്പോഴും മാസിക നിന്നു പോകുന്നത്. 6 വർഷം കോഴിക്കോട് പ്രസിദ്ധീകരിച്ചത് അന്ന് പവനൻ അതിൻ്റെ ചീഫ് എഡിറ്ററും പത്മനാഭൻ പള്ളത്ത് മാനേജരുമായിരുന്നു. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് തളർന്നു വീണു. അവസാനം വീണ്ടും 89 കഴിഞ്ഞ് 2 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം കോട്ടയത്ത് നിന്ന് രാജഗോപാൽ വാകത്തനത്തിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും പ്രസിദ്ധീകരണം ആരംഭിച്ചു. അങ്ങനെ അത് വീണ്ടും 8 കൊല്ലം പോയി 2000 ആയപ്പോൾ അത് വീണ്ടും നിന്നു. എന്നിട്ട് എനിക്ക് ഞാൻ സാഹിത്യകാരോ ദാർശനികനോ ഒന്നും അല്ലാത്ത എൻ്റെ ചുമതലയിൽ അത് പ്രസിദ്ധീകരിക്കേണ്ട ചുമതല വന്നു. പിന്നെ ഒരു 16 കൊല്ലം എൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചു. ആ 16 കൊല്ലത്തിന് ശേഷം നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിലെ പല പ്രവർത്തകരും മാറി മാറി എല്ലാവരും കൂടെ ഇതുവരെ എത്തിച്ചു. എന്നിട്ട് വീണ്ടും ഈ ഒക്ടോബർ ലക്കം 40ാം വാല്യത്തിൻ്റെ 2ാം ലക്കം മുതൽ ഈ ഒക്ടോബർ ലക്കം മുതൽ വീണ്ടും അതിൻ്റെ ചുമതല എനിക്ക് നിർവഹിക്കേണ്ടി വന്നു. ഇനിയും വളരെ കാലം അതിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യത ഏറ്റെടുക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ. ഇത് കമ്മിറ്റിയൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിലും കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഒരൊറ്റ മാസികയായി നിലനിൽക്കുന്നുള്ളൂ. എന്ത് ത്യാഗം ചെയ്താലും അത് നിലനിർത്തണം എന്നുള്ളതാണ് എൻ്റെ ഈ അഭ്യർത്ഥന. ആ കാര്യമൊക്കെ സ്വപ്നം കണ്ട് ജീവിച്ച ആളാണ് നമ്മുടെ ചീഫ് എഡിറ്ററായിരുന്ന പവനൻ. യുക്തിവാദത്തിന് മാത്രമായിട്ടൊരു മാസിക വേണം. അത് ആദ്യ ഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 10,000 കോപ്പി വരെ വിറ്റഴിച്ചു. എഡിറ്റോറിയലിൽ പവൻ എഴുതിയിട്ടുണ്ട്, കരിഞ്ചന്തയിൽ പോലും യുക്തിരേഖ വിൽക്കുന്നു എന്ന് അന്ന് എഴുതിയിട്ടുണ്ട്. അന്ന് നല്ല സർക്കുലേഷൻ ഉണ്ടായിരുന്നു. ആ രീതിയിലേക്ക് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ഇന്നത്തെ അവസ്ഥ ഇവിടെ നേരത്തെ പലരും തന്നെ ചർച്ച ചെയ്താണ്. ഇന്ന് മാസികകളെല്ലാം തന്നെ നിർത്തിക്കാണുക എന്നുള്ള ലക്ഷ്യമാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനുള്ളത്. പണ്ട് ഒരു മാസിക അയക്കേണ്ട പോസ്റ്റൽ ചാർജ് 2 രൂപയാണ്. 2 രൂപ ചാർജിൽ 75% കൺസെഷനുണ്ട്. 50 പൈസ വരെ സ്റ്റാമ്പ് ഒട്ടിച്ചാൽ മാസിക അയക്കാം. അങ്ങനെ അന്നത്തെ കണക്കനുസരിച്ച് 5000 മാസിക അയക്കുന്നതിന് 1400 രൂപയാണ് നമ്മുടെ സംഘത്തിന് ചിലവാകുന്നത്. ഇന്ന് 5000 മാസിക അയക്കുന്നതിന് 20,000 രൂപയുടെ സ്റ്റാമ്പ് വേണം. എന്തുവെച്ചാൽ ഏതാണ്ട് 12 ഇരട്ടി ചിലവ് വർദ്ധിപ്പിച്ചിരിക്കണം പോസ്റ്റൽ ചിലവ്. സാഹിത്യ സാംസ്കാരിക പ്രസിദ്ധീകരണത്തിന് പതിറ്റാണ്ടുകളായി കേന്ദ്ര സർക്കാർ ഒരുപാട് കൺസെഷൻ ചെയ്തിരുന്നു. പ്രിൻ്റഡ് ബുക്ക് എന്നുള്ള പരിധിയിൽ പ്രസിദ്ധീകരിച്ച സാധനങ്ങളെല്ലാം സാഹിത്യ സാംസ്കാരിക പ്രസിദ്ധീകരണങ്ങൾ അയക്കുന്നതിന് 100 ഗ്രാമിന് 1 രൂപയാണ് ചിലവായിരുന്നത്. നമ്മുടെ യുക്തിദർശനം പോലുള്ള പുസ്തകങ്ങൾ 500 ഗ്രാം ഉണ്ടെങ്കിൽ 5 രൂപ തപാൽ ചാർജും 17 രൂപ പോസ്റ്റൽ രജിസ്ട്രേഷനും. അങ്ങനെ 22 23 രൂപയ്ക്ക് അയക്കാവുന്നത് ഇന്ന് 500 ഗ്രാമുള്ള ഒരു പുസ്തകം അയക്കണമെങ്കിൽ 40 രൂപ സ്റ്റാമ്പ്, 5 രൂപ സ്റ്റാമ്പിൻ്റെ സ്ഥലത്ത് 40 രൂപ. പ്രിൻ്റഡ് ബുക്ക് എന്നുള്ളത് പോസ്റ്റ് ഓഫീസുകാർ നിർത്തി കഴിഞ്ഞു. എന്നുവെച്ചാൽ സാഹിത്യം, സംസ്കാരം, പ്രസിദ്ധീകരണങ്ങൾ എല്ലാം നിങ്ങൾ മതിയാക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ. കാരണം കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന 98% മാസികകളും വർഗീയതയ്ക്കെതിരെ,
അല്ലെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ നേരത്തെയൊക്കെ പറഞ്ഞില്ലേ, ഒരുപാട് ഈ ശാസ്ത്രീയ സോഷ്യലിസത്തിനും ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് മാസികകളെല്ലാം നിലകൊള്ളുന്നത്. ഇതെല്ലാം തന്നെ നിർത്തണം എന്നുള്ളതാണ് പ്രഖ്യാപനമില്ലാതെ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ നിർത്തിയിട്ടുള്ളത്. അത് യുക്തിരേഖയ്ക്കും അതിൻ്റെ ഒരുപാട് അടികിട്ടി. അങ്ങനെ ഞാൻ പറഞ്ഞത് 1400 രൂപ ചെലവിൽ തപാൽ അയച്ചിരുന്നത് 20,000 രൂപ ചെലവ് വരുന്നത്. 12 ഇരട്ടിയിലേറെ ചാർജാണ് മാസികയ്ക്ക് വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ ഒരു മാസിക അയക്കുന്നതിന് മാസികയുടെ പ്രസിദ്ധീകരണ ചെലവ് എന്ന് പറയുന്ന ഉൾപ്പെടെ 4 രൂപ പോസ്റ്റേജ് ഒട്ടിക്കണം. ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് പല മാസികകൾക്കും നിലവിൽ 26-ലും 27-ലും ഡിസംബറിൽ അവസാനിപ്പിക്കുന്ന മാസികകൾക്ക് പഴയ കൺസെഷൻ നിൽക്കുന്നുണ്ട്. ആ പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും 4 രൂപ സ്റ്റാമ്പ് ഒട്ടിക്കണം പല മാസികകളും. അതിൻ്റെ പ്രസിദ്ധീകരണം മുടങ്ങുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഞാനൊന്ന് യുക്തിവാദി അഭിമാനിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നത് എൻ്റെ നേതാവ് രാമവർമ്മ തമ്പാനാണ്, എൻ്റെ നേതാവ് സഹോദരൻ അയ്യപ്പനാണ്, MC ജോസഫാണ്, കുറ്റിപ്പുഴയാണ്, VT ഭട്ടതിരിപ്പാണ്, CV കുഞ്ഞിരാമനാണ്, കേശവദേവാണ്. അങ്ങനെ കേരളത്തിലെ നവോത്ഥാനത്തിലെ 100 നേതാക്കളെടുത്താലും ആ 100 നേതാക്കളിൽ 98 പേരും കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവരായിരുന്നു. നമുക്ക് ചരിത്രത്തിൽ കാണാം. നമ്മുടെ സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച കേരള സമൂഹം 100 വർഷങ്ങളിൽ എന്നൊരു പ്രസിദ്ധീകരണമുണ്ട്. വളരെ വില കുറവാണ്, 50% കൺസെഷനിലും കൊടുക്കുകയാണ്. അതിൽ യുക്തിവാദി സംഘത്തിൻ്റെ തന്നെ ചരിത്രം അതിൻ്റെ 3ാം വോളിയത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ തന്നെയാണ് നമ്മൾ കേരളമുണ്ടായത്. അവരൊക്കെ പ്രവർത്തിച്ചതിൻ്റെ 50%, 25%, 10% നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം. അല്ല, ഞാൻ പ്രവർത്തിക്കേണ്ട, എനിക്ക് പകരം ഉണ്ണികൃഷ്ണൻ പ്രവർത്തിക്കും, എനിക്ക് പകരം ചന്ദ്രബാബു പ്രവർത്തിക്കും, എനിക്ക് പകരം നരേന്ദ്രൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ചാൽ, തമിഴ്നാട്ടിൽ, ഞാൻ കന്യാകുമാരി ജില്ലയ്ക്ക് അടുത്തിങ്ങനെ വരാൻ, അവിടെ ഒരു ചൊല്ലുണ്ട്, 8 പേരും ചെട്ടിയാനാൽ കല്ലരശി കഞ്ചിയാവുമോ എന്നൊരു ചോദ്യമുണ്ട്. 8 ചെട്ടിമാർ കൂടെ കഞ്ഞി വയ്ക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, മറ്റേ 7 ചെട്ടിമാർ അരി കൊണ്ട് ഇടുമല്ലോ, ഞാൻ കല്ല് കൊണ്ടിടാം കഞ്ഞിക്കലത്തിൽ. പക്ഷേ 8 പേരും ചെട്ടിയായാൽ ഈ 8 ചെട്ടിമാരും കൊണ്ടിട്ടത് കല്ലാണ്. അതാണ് ചോദിച്ചത്. 8 പേരും ചെട്ടിയാനാൽ, ഒരു ചൊല്ലി പഴമൊഴിയാണ്, മറ്റൊന്നും ധരിക്കരുത്. 8 പേരും ചെട്ടിയാനാൽ കല്ലരശി കഞ്ചിയാവുമോ എന്നുള്ളത്. കല്ലരശി കഞ്ചിയാവില്ല, കല്ല് കഞ്ഞിയായോ ആവുള്ളൂ. അതുകൊണ്ട് അവർ ചെയ്യും എന്ന് പറഞ്ഞ് മാറ്റിയല്ല. ഞാനിതിൻ്റെ ഉത്തരവാദിത്വം, മാസികയുടെ ഉത്തരവാദിത്വം, അത് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം 10, 15, 20, 25 പേരെ എൻ്റെ നാട്ടിൽ എനിക്ക് മാസിക കൊടുത്ത് എൻ്റെ ആശയങ്ങൾ, സംഘത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കണം, അതിനുള്ള തയ്യാറാവണം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് മറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയാണ് തമിഴ്നാട്ടിലെ DK, ദ്രാവിഡ കഴകം എന്ന് പറയുന്ന സംഘം. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സംഘടന. അവർക്ക് ദിനപത്രം ഉണ്ടെന്ന് നോക്കണം. ഒരു യുക്തിവാദി പ്രസ്ഥാനത്തിന് അവിടെ എത്രയോ വർഷമായിട്ട് ദിനപത്രമുണ്ട്. വിടുതലൈ എന്ന് പറയുന്ന ദിനപത്രം അവിടെ നടത്തുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക മാസികയുണ്ട്. മുതിർന്നവർക്ക് വേണ്ടി ഇംഗ്ലീഷ് സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട മോഡേൺ റാഷണലിസ്റ്റുണ്ട്. അതുപോലെ ഭാഷാപോഷണയ്ക്ക് തുല്യമായിട്ട് സാഹിത്യത്തിന് പ്രത്യേക മാസികയുണ്ട്. ഒരു 3-4 മാസികയാണ് ദ്രാവിഡ കഴകം. തമിഴിൽ 3 മാസികയും ഇംഗ്ലീഷിൽ 1 മാസികയും ദിനപത്രവും. ലോകത്തിൽ ദിനപത്രം ഇറങ്ങുന്ന ഒരേ ഒരു സംഘടനയാണ് ഇത്. അപ്പം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ യുക്തിവാദി സംഘങ്ങൾക്ക്, അവിടുത്തെ സംഘങ്ങൾക്ക് അവരുടേതായ ഒരുപാട് സംഘത്തിൻ്റെ പ്രസിദ്ധീകരണം. തർക്കശീൽ, പഞ്ചാബിൽ അവിടുത്തെ യുക്തിവാദി സംഘത്തിന് 2 പ്രസിദ്ധീകരണമുണ്ട്. തർക്കശീൽ എന്ന് പറയുന്നത് പ്രസിദ്ധീകരണം, അഭിയാൻ എന്ന് പറയുന്ന മറ്റു പ്രസിദ്ധീകരണം. അതേപോലെ ആസ്ട്രേലിയൻ ഹ്യൂമനിസ്റ്റ് ഉണ്ട്, USA അമേരിക്കൻ ഹ്യൂമനിസ്റ്റ് ഉണ്ട്, ന്യൂസിലാൻഡ് സ്കെപ്റ്റിക്കുണ്ട്. അങ്ങനെ ഒരുപാട് പ്രസിദ്ധീകരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. എല്ലാ ഭാഗത്തും പ്രസിദ്ധീകരണമുണ്ട്. അതിൻ്റെയൊക്കെ കുറച്ച് കോപ്പിയൊക്കെ ഞാനും ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ പ്രസിദ്ധീകരണം ശക്തമായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണത്തിൽ എല്ലാവരും പങ്കെടുക്കണം. അത് പവനോട് നമ്മൾ ചെയ്യുന്ന ഒരു കടപ്പാടാണ്. അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസിദ്ധീകരണമാണ്. അതിൻ്റെ
ആ കടമ നമ്മൾ ഏറ്റെടുത്ത് അതിൽ പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് പ്രശ്നം. ഇന്നത്തെ അച്ചടി മാധ്യമത്തിൽ നമ്മുടെ, കാരണം ഈ മറ്റ് മാധ്യമങ്ങളെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കോപ്പിയാണ്, നമുക്ക് ലക്ഷക്കണക്കിന് കോപ്പിയൊന്നും കിട്ടില്ല. 10,000 അല്ലെങ്കിൽ 1000 കോപ്പിയാണ് നമുക്ക് അച്ചടിക്കുന്നതിൻ്റെ. അതിൻ്റെ ബാധ്യത അത് സഹായിക്കാൻ വരിസംഖ്യ എടുത്ത് ലൈഫ് മെമ്പർ വഴി സംഭാവനകൾ കൊടുത്ത് എല്ലാം സഹായിക്കുക എന്നത് പവനനോട് ചെയ്യുന്ന നമ്മുടെ ആത്മാർത്ഥത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുന്ന. കാരണം ഞാനും പവന് അതിൻ്റെ പരസ്യത്തിന് വേണ്ടി പലയിടത്തും ചോദിച്ചു. മലയാള മനോരമയിൽ തന്നെ ചെന്ന് പൈസ ചോദിക്കാൻ പവന് മടിയില്ല. നിങ്ങൾക്കെതിരെ ഞങ്ങൾ എഴുതും, പക്ഷേ ഞങ്ങൾക്ക് കുറേ പൈസ തരണമെന്ന് പറഞ്ഞാൽ മനോരമയിൽ ചെന്നും ആണെങ്കിൽ പവനും ചോദിക്കും. അങ്ങനെ എല്ലാ രംഗത്തും ഏത് വിധേനയും നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് 83 മുതലേ തന്നെ പോയിട്ടുണ്ട്. പല വെല്ലുവിളികളെയും നേരിട്ട് കൊണ്ടാണ് നടത്തിപ്പോകുന്നത്. അദ്ദേഹത്തിനോടുള്ള നമ്മൾ സ്മരണ പുതുക്കുക എന്ന് പറഞ്ഞത് അദ്ദേഹം നേതൃത്വത്തിൽ 83 തുടങ്ങിയ ഈ മാസിക ശക്തമായി പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഇന്ന് സംസാരിക്കേണ്ടത് ഇരിങ്ങൽ കൃഷ്ണൻ മാസ്റ്ററാണ്. ഇന്നലെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, മാസികയുടെ കാര്യത്തിന് വേണ്ടി ഇന്നലെ വന്നിരുന്നു. ഇന്നലെ ഒരു റോഡ് ആക്സിഡൻറ്റിൽ ചില കുറേ പരിക്കുകളൊക്കെ പറ്റി. ഞാനും അദ്ദേഹവും സഞ്ചരിച്ചിരുന്ന ഒരു കാറിലിടിക്കുകയും കുറേ പരിക്കുകൾ പറ്റി. ആ പരിക്കിൻ്റെ പേരിൽ അദ്ദേഹം രാവിലെ തന്നെ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അതിന് പകരക്കാരനായി എനിക്ക് അനുവാദം തന്ന നമ്മുടെ കമ്മിറ്റിയോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അഭിവാദ്യങ്ങൾ.